നാട്ടിലുള്ളപ്പോൾ എപ്പോഴും ചോദിക്കും എന്താ വേണ്ടത്. ഞാൻ പറയും പിസയാണ് വേണ്ടത്. പക്ഷേ ഇതുവരെയും സാധിക്കാത്തൊരു കാര്യം. ഇന്ന് പിസ തിന്നാനായിട്ട് തന്നെ ഗൾഫിലേക്ക് വിളിച്ചിരിക്കും. പിസ കഴിക്കാൻ വേണ്ടി എവിടെയാണ് വന്നത്? ഖത്തറിൽ. എന്തിനാ ഖത്തർ വരെ വന്ന പിസ കഴിക്കാൻ? പിസ കഴിക്കാനുള്ള ആഗ്രഹമുണ്ട്. നാട്ടിൽ കിട്ടില്ലേനോ? നാട്ടിലെ പിസ ഇതും തമ്മിൽ വ്യത്യാസം തോന്നി. ഇവിടുന്ന് കഴിക്കാനുള്ള ആഗ്രഹത്തിൽ ഒന്നും നോക്കിയില്ല, ടിക്കറ്റ് എടുത്തിങ്ങനെ പോകുന്നില്ലേ? ആ, അപ്പോൾ ഏതാ മോഡ്? അംബാനി മോഡ്. അൽസദിലുള്ള എൻ്റെ ഓഫീസിൻ്റെ മുന്നിൽ തന്നെയുള്ള അല്ലഷ്മാക്കുമാളിലെ ഫ്ലോറാൻസ ഫ്ലവേഴ്സ് എന്ന കടയിലേക്ക് നേരെ വിട്ടു. വളരെ പെട്ടെന്നുണ്ടായ ഒരു തീരുമാനത്തിൻ്റെ പുറത്താണ് അമ്മ ഇപ്പോൾ ഖത്തറിലേക്ക് വരുന്നത്. തിരക്കിനിടയിൽ മറ്റ് സജ്ജീകരണങ്ങളൊന്നും ഒരുക്കാൻ പറ്റാത്തതുകൊണ്ട് തൽക്കാലം ഒരു ബൊക്കെയായി സ്വീകരിക്കാൻ പോകാനാണ് പ്ലാൻ. അഫോർഡബിൾ റേറ്റിന് നല്ല ഗിഫ്റ്റ് ഐറ്റംസ് എല്ലാം കിട്ടുന്ന ഒരു കടയാണ്. അച്ഛനും എൻ്റെ കൂടെ ഉള്ളത് എൻ്റെ ബ്രദറാണ്. നേരെ കാണുന്നതാണ് എയർപോർട്ട്. നമ്മളിതാ അപ്പം അങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അച്ഛൻ ഭയങ്കര ത്രില്ലിലാണ്. ഒരുപാട് കാലത്തെ ഒരു ഡ്രീമിനാണ് നമ്മളിപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത്. വല്ലാത്തൊരു സംഭവമായി പോയി ഇത്. പെട്ടെന്ന് ഇവിടുത്തെ എന്താ പറയാ, സ്വപ്നാണോ എന്താണെന്നുള്ളത് മനസ്സിലാകുന്നില്ല. നമ്മൾ വലിയൊരു കാര്യം മുന്നിലെടുത്ത് വെച്ചിട്ട് അതെല്ലാം ഇറങ്ങി രണ്ടര വന്നില്ലേ. അതാ കണക്കൂട്ടലെല്ലാം തെറ്റിപ്പോകും. കോർണിഷ് എങ്ങനെയുണ്ട് സാറേ? ബാക്കി കഥയൊക്കെ പിന്നെ പറയാം. മറ്റേ ബലൂൺ കാണുന്നുണ്ട് നേരെ മുന്നിൽ ആകാശത്ത് പറക്കുന്നത് ചന്ദ്രൻ. കോണാക്കിയിട്ട് ഇതിന്റെ നാടി തന്നെ ഉണ്ട്.
താടി അതല്ല തന്നെ മുടി പോയല്ല താടിയിൽ പിടിച്ചു വെക്കുമ്പോൾ പാല് കാച്ചൽ ചടങ്ങാണ് ഇന്നിവിടെ നടക്കാനിരിക്കുന്നത്. പുതിയ വീട്ടിലെ താമസവും എൻ്റെ വരവും അപ്രതീക്ഷിതമായിട്ടാണ്. ന്യൂ ഇയറിന് ഞാൻ മക്കളെയും ഹസ്ബൻഡിനെയും കാണാൻ ഇങ്ങോട്ട് വന്നതാണ്. അതിൻ്റെ ഒരു ന്യൂ ഇയർ ഗിഫ്റ്റാണ് വാങ്ങിയത്. നമ്മുടെ പേരാമ്പ്ര ഗ്രാൻഡ് ഹൗസിൽ നിന്നാണ് ഇത് മേടിച്ചിട്ടുള്ളത്. എന്തായാലും ഇത് എൻ്റെ ഒരു സന്തോഷത്തിന് അവർക്ക് കൊടുക്കുകയാണ്. ഹാപ്പി ന്യൂ ഇയർ. മക്കളെല്ലാം മനസ്സിലായിപ്പോയില്ലേ? റെക്കോർഡില്ലല്ലോ. റെഡിയാ നാട്ടിലുള്ളപ്പോൾ എപ്പോഴും ചോദിക്കും എന്താ വേണ്ടത് എന്താ വേണ്ടത്. ഞാൻ പറയും പിസയാണ് വേണ്ടത്. പക്ഷേ ഇതുവരെയും സാധിക്കാത്തൊരു കാര്യം ഇന്ന് പിസ തിന്നാനായിട്ട് തന്നെ ഗൾഫിലേക്ക് വിളിച്ചില്ല. നമ്മളടിയുള്ള അങ്ങനെ ഞങ്ങൾ പിസ കഴിക്കാൻ വന്നിരിക്കുകയാണ്. പിസ കഴിക്കാൻ വേണ്ടി എവിടെയാണ് വന്നത്? ഖത്തറിൽ. എന്തിനാ ഖത്തർ വരെ വന്ന പിസ കഴിക്കാൻ? പിസ കഴിക്കാനുള്ള ആഗ്രഹമുണ്ട്. നാട്ടിൽ കിട്ടില്ലേനോ? നാട്ടിലെ പിസ ഇതും തമ്മിൽ വ്യത്യാസം തോന്നി. അപ്പം ഇവിടുന്ന് കഴിക്കാനുള്ള ആഗ്രഹത്തിൽ ഒന്നും നോക്കിയില്ല, ടിക്കറ്റ് എടുത്തിങ്ങനെ പോകുന്നില്ലേ? ആ, അപ്പോൾ ഏതാ മോഡ്? അംബാനി മോഡ്. സന്തോഷമായോ? സന്തോഷം, വളരെ വളരെ സന്തോഷം. അതാ നാട്ടിലേക്ക് വരാൻ പോകുമ്പോൾ എപ്പോൾ ചോദിക്കും എന്താ വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ പിസയാണ് വേണ്ടത്. അത് നാട്ടിൽ കൊണ്ടുവരാൻ പറ്റാത്തതുകൊണ്ട് ഇപ്പം നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്ന ദിവസം തന്നെ പിസ വാങ്ങിക്കൊടുക്കുക, ആ ആഗ്രഹം സാധിക്കും. എന്തായാലും ആ ആഗ്രഹം സാധിച്ചു തന്നതിന്